Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural Tuesday. Today we have a Google Meet. As you all know, we have Google Meets prayer meetings on all Tuesdays. Hallelujah. So I kindly request everyone to join that Google Meet today. Hallelujah. അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കണേ. പിന്നെ കുറച്ച് നാൾ എനിക്ക് എന്താ പറയുക വീഡിയോ ഇടാൻ പറ്റിയില്ല. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഐ വാസ് നോട്ട് ഹിയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെസ്സേജിലേക്ക് കയറാം. ആക്ച്വലി വാട്ട് ഗോഡ് says today, it is to enjoy peace and security in our home. You have to trust in God because Jesus is greater than the one, hallelujah, who is in the world. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓർക്കുക, ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ അവർ പ്രോബ്ലംസ്. whatever that is happening in our life, maybe you will be sick, or you might be going through great financial problems, whatever it may be. God is in charge of everything. God is in control. So let us sing a song and then enter into the message. Hallelujah. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അറിയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അറിയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. So I bless everyone with a wonderful supernatural, blessed, peaceful Tuesday. Hallelujah. So today God has given us a wonderful promise. That's from Psalm 122:7. It says like this: peace be within your walls and security with your towers. Hallelujah. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് അല്ലേ ഇത്. Psalm 120. Let me take the Malayalam verse also. Psalm 122:7. Hallelujah. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. ഇന്ന് പല ഭവനങ്ങളിൽ, രക്ഷിക്കപ്പെട്ടവരുടെ ഭവനങ്ങൾ പോലും നമ്മൾ നോക്കിയാൽ പലവിധ സമാധാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടക്കണേ അല്ലേ. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, എങ്കിലും എനിമി ഈസ് ട്രൈങ് ടു ഡിസ്ട്രോയ് ദ ഫാമിലീസ്. അതിനകത്ത് പീസ് എങ്ങനെ നഷ്ടപ്പെടുത്താമെന്ന് പറഞ്ഞ് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യം കാണും പലപ്പോഴും പല ഫാമിലീസിലും വഴക്ക് നടക്കണേ അല്ലേ. ഹല്ലേലൂയ. among the husband and wife, even between the children, halabashandare riko rasyantara. But God is telling today that there will be peace. The Lord is promising today that He will bring peace to our homes and families. അതുമാത്രമല്ല, wherever we go, നമ്മൾ എവിടെ പോയാലും, നമ്മൾ ഇതൊരു കാര്യത്തിന്, നമ്മളൊരു ഓഫീസിൽ പോയാലോ, നമ്മളൊരു ഷോപ്പിങ്ങിന് പോയാലോ, നമ്മളൊരു സ്പിരിച്വൽ കാര്യം, ഒരു മിനിസ്ട്രിയുടെ കാര്യത്തിനാണ് കടന്നു പോണേലും, ഒരു പ്രേയറിനാണ് കടന്നു പോണേൽ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പോണേ അല്ലേ. ഹല്ലേലൂയ.
എവിടാണെങ്കിലും wherever we go you will be surrounded by the peace of God. സന്ദേശമായില്ലേ? ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പീസ് തരുമ്പം അതിനോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടും ദൈവമക്കളെ. along with that peace the Lord is going to provide security. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത്, അതാണ് കർത്താവിൻ്റെ വർഷം പറയുന്നത്, where there is the Holy Spirit there is liberty, where there is Holy Spirit there is peace. അല്ലേ? ഹല്ലേലൂയ. ഉറബ ശിഖര സ്യാന്തര. no enemy will come near God's presence. ഹാലബശന്തരെ റിക്കോ റസ്യാന്തര. നമുക്ക് 1 Samuel 25:6 പറയുന്ന ഒരു കാര്യമുണ്ട്, ലോങ് ലൈഫ് ടു യു, ദീർഘായുസ് നേരുന്നു, ആൻഡ് പീസ് ടു യു ആൻഡ് യുവർ ഹൗസ് ടു ഓൾ ദാറ്റ് ബിലോങ്സ് ടു യു. അവിടെ ഒരു ബ്ലെസ്സിങ് വേഴ്സാണ് അത് കാണുന്നത്. അതുപോലെ Psalm 48:3 പറയുന്നുണ്ട്, ഗോഡ് ഇസ് ഇൻ എ സിറ്റഡൻസ്, ഹി ഹസ് ഷോൺ ഹിംസെൽഫ് ടു ബി എ ഫോർട്രസ്. ഹല്ലേലൂയ. റിക്കാര സ്യാന്തര റിക്കോ റസ്യാന്തര. Isaiah 62:6 നമ്മൾ നോക്കുവാണെങ്കിൽ, ഓൺ യുവർ വാൾസ് ഓ ജെറുസലേം ഐ പോസ്റ്റഡ് വാച്ച്മെൻ, ദേ വിൽ നെവർ ബി സൈലന്റ് ഡേ ഓർ നൈറ്റ്, യു വിൽ കോൾ ഓൺ ദ ലോർഡ് ഷാൽ ടേക്ക് നോ റെസ്റ്റ് ഫോർ യുവർ സെൽവ്സ്. നമുക്ക് അതിൻ്റെ മലയാളം വായിക്കാം. Isaiah 62:6 ഹോ റീ ഭാഷ്യാന്തര റിക്കോ റസ്യാന്തര. 62:6. ഹല്ലേലൂയ. നമുക്കറിയാം വേറൊരു വചനമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ഈസ് ഓൾവേസ് awake. ഹല്ലേലൂയ. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളം അവന് ഹല്ലേലൂയ സ്വസ്ഥത ഹല്ലേലൂയ കൊടുക്കുകയും വരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി, അതായത് നമ്മൾ രാവും പകലും ഹല്ലേലൂയ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മതിലുകൾക്ക് ചുറ്റും, നമ്മളായിരിക്കുന്ന ഭവനങ്ങൾക്ക് ചുറ്റും, നമുക്കറിയാം യോവിൻ്റെ ഭവനത്തിന് ചുറ്റും കർത്താവ് വേലി കെട്ടിയിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ എനിമിക്ക് കർത്താവിനോട് ചോദിക്കേണ്ടി വന്നേ, അവന് നീ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കില്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ അവനെ അറ്റാക്ക് ചെയ്യണേന്ന് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെയൊക്കെ ഭവനങ്ങൾക്ക് ചുറ്റും കർത്താവ് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. സോ നോ എനിമി ക്യാൻ ടച്ചസ്, നോ എനിമി ഓർ ഡിസീസ് ക്യാൻ കം നിയർ അവർ ടെന്റ്. ഹല്ലേലൂയ. റിഖ റസ്യാന്തര റിഖോ റസ്യാന്തര ലബശന്തരേ ഓ റിഖ റസ്യാന്തര. എന്താണ് ആക്ച്വലി പീസ് എന്ന് പറയുന്നത്? നമുക്ക് പീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അനുഭവിച്ച, നമുക്ക് ഉള്ളിൽ അനുഭവമുള്ളവർക്കറിയാം. ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് എന്താ പറയുക, ഇൻറ്ററപ്ഷൻസ്, ഹിൻഡ്രൻസസ്, ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും അല്ലേ? വലിയൊരു സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. അതുപോലെ ഇറ്റ്സ് എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഓർ വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായിട്ട് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വിത്ത് കർത്താവുമായിട്ട് റൈറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾക്ക് എപ്പോഴും ഉള്ളിൽ പീസ് ഉണ്ടാവും. അവരുടെ മുന്നിൽ ഇനി എത്ര തിരമാലകൾ ആഞ്ഞടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും അവർ പീസ്ഫുള്ളായിട്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. റീഖാര ബസ്യാന്തര. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. എന്താ പറയുക, കർത്താവ് ബോട്ടിൽ കിടന്ന് ഉറങ്ങി അല്ലേ? അത്രയും വലിയ കൊടുങ്കാറ്റും തിരമാലകൾ ആഞ്ഞടിച്ച് ശിഷ്യന്മാർ പേടിച്ചപ്പോഴത്തേക്കും കർത്താവ് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ വ്യക്തി ജീവിതങ്ങളുമായിട്ട്, ഈവൻ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണോ നമ്മുടെ ബിലീവേഴ്സുമായിട്ടാണോ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തോന്നും അല്ലേ? എത്ര പേർക്കതുണ്ട്? എനിക്കറിയത്തില്ല. എനിക്കത് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്കും അതെങ്ങനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ തമ്മിലൊരു ഹിൻഡ്രൻസസ് ഇല്ലെങ്കിൽ, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ അവിടെ ഒരു പീസുണ്ട്. പിന്നെ ഇൻഡിവിജ്വലി നമുക്കൊരു പീസുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് പീസ് ഉണ്ടാവുമോ? നോ. വചനം ധ്യാനിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്ത് വന്നാലും she or he will have a great peace and a confidence in a mind. ഹാലബശന്തരേ. നമ്മുടെ പീസിന് നമ്മളൊരു എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ ആരെയാ പറയുക?
ജീസസ് ഈസ് അവർ അൾട്ടിമേറ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഇറ്റ് മീൻസ്. എന്താ പറയുക, ഈസ് എ പീസ് മേക്കർ, ഈസ് എ പ്രിൻസ് ഓഫ് പീസ് എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഈ ഹോൾ ബൈബിൾ നമ്മൾ എടുത്താൽ അതിൻ്റെ അകത്ത് മുഴുവൻ പറഞ്ഞേക്കണ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ സമാധാനത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. റികാലബസ്യാന്തര റോക്കോ ശക്കറലബശന്തരേ. നമുക്കറിയാം, ദ ഹ്യൂമൻസ് ദേ റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്. പക്ഷേ കർത്താവ് ഹി പെയ്ഡ് ദ പ്രൈസ് ടു റീസ്റ്റോർ പീസ്. അല്ലേ, നമ്മളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരാണ്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്നവരാണ്. ജീസസ് ക്രൈസ്റ്റ് പെയ്ഡ് ദ പ്രൈസ് ടു റീസ്റ്റോർ പീസ് ബിറ്റ്വീൻ ദാറ്റ് റെബല്യസ് ആയിട്ടുള്ള നേച്ചറിൽ നിന്ന് ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്തത് ആരാണ്? യേശു കർത്താവാണ്. സോ ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ്. ഹല്ലേലൂയ. റിഖാലബസ്യാന്തര റീബസ്യാന്തര. നമ്മൾ എഫേഷ്യൻസ് 2:14 നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹി ഹിംസെൽഫ് ഈസ് അവർ പീസ് who has made us both one and has broken down in his flesh the dividing wall of hostility. എഫേഷ്യൻസ് 2:14 വായിക്കാൻ നമുക്ക് വേഗം. ഓ റസിഖറസ്യാന്തരേ റിക്കോ റസ്യാന്തരാലവശന്തരേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്തിൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഹല്ലേലൂയ. അല്ലേ, ആ നിരപ്പ് വന്നപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. ഹല്ലേലൂയ. റിഖാരസ്യാന്തര റീബോസ്യാന്തരാലവശന്തരേ. എന്താണ്, man when he disobeyed God, he went away from God, he was out from the Eden. അല്ലേ, പിന്നെ ആ സമാധാനം റീസ്റ്റോർ ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. God provides protection. ഹല്ലേലൂയ. through his peace, his എന്താ പറയുക, നമുക്കെല്ലാം ഒരു പ്രൊട്ടക്ഷനുണ്ട് കർത്താവിൻ്റെ. ഹല്ലേലൂയ. റിഖാരസ്യാന്തര. നമ്മൾ 121 സങ്കീർത്തനം 7:8 നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു, the Lord shall preserve you from all evil, he shall preserve your soul, the Lord shall preserve your going out and your coming in from this time forth and even for. അല്ലേ, ഹല്ലേലൂയ. നമ്മൾ 121 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഹല്ലേലൂയ. റിഖാരസ്യാന്തരേ റീബോറോസ്യാന്തര റീബസ്യാന്തര. എന്താണ്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ പരിപാലിക്കും. എവിടെയും പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അല്ലേ, ഹല്ലേലൂയ. റിഖാരസ്യാന്തര റിഖോറസ്യാന്തര. യഹോവ ഷാലോം എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിറ്റ് മീൻസ് ലോർഡ് ഇസ് പീസ്. അല്ലേ, ഹീബ്രു വേർഡ് പീസ് ഷാലോമിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഹോൾനെസ് ഇൻ ഓൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്നെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, ഒരു സേഫ്റ്റി ഉണ്ടാവും. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭയം വരത്തില്ല. അപ്പം എല്ലാത്തിൻ്റെയും സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കർത്താവാണ്. സോ യഹോവ ഷാലോം. ഹല്ലേലൂയ. നമുക്ക് John 14 നമ്മൾ വായിച്ചാൽ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, ജീസസ് ഇസ് ടോക്കിംഗ് ടു ഹിസ് ഡിസൈപ്പിൾസ് ഷോർട്ട്ലി ബിഫോർ ഹിസ് ക്രൂസിഫിക്കേഷൻ നടക്കണ മുന്നേ പറയുന്നുണ്ട്, ദേ വിൽ ബി സ്കെയർഡ് ബട്ട് ഹി പ്രോമിസസ് ദം സ്പിരിറ്റ് ഓഫ് പീസ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവുകയാണ് എങ്കിലും എന്താ പറയുക, പീസ് ഐ ലിവ് വിത്ത് യു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോവുക. ഹല്ലേലൂയ. റിഖാല, നിങ്ങളൊന്നുകൊണ്ട് വറിയിടാവരെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. റിഖാരസ്യാന്തര. ആ വാക്യം എങ്ങനെയാണ്? John 14:27. Peace I leave with you, my peace I give you. I do not give to you as the world gives. Do not let your hearts be troubled and do not be afraid. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോയിരുന്നു, ലോകം തരുന്ന സമാധാനമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുകയും അരുത്. ഹല്ലേലൂയ. റിഖാരസ്യാന്തര റിക്കോ. കർത്താവ് നമുക്ക് സമാധാനം തരിക മാത്രമല്ല, ഹി ഈസ് പീസ്. അല്ലേ,
നമ്മളത് എഫേഷ്യൻസ് 2:14 നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ഓറെ സേക്കോ റസ്യാന്തര റിക്കോ റബലശന്തരെ റിക്കോ റസ്യാന്തരാലവശന്തരെ. നമ്മളൊരു വാക്യമുണ്ട്, അതും ജോൺ 14 ഹി വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ഓൾ ഹു ട്രസ്റ്റ് ഇൻ. കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്നവരെ കർത്താവ് പെർഫെക്റ്റ് പീസിൽ നിർത്തുന്നു. ഓൾ ഹൂസ് തോട്ട്സ് ആർ ഫിക്സ്ഡ് ഓൺ യു. ദൈവത്തിൽ ആണ് നമ്മുടെ ആശ്രയമെങ്കിൽ, നമ്മൾ കർത്താവിലാണ് നമ്മുടെ തോട്ട്സ് ഫിക്സ് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പീസ് കൊണ്ട് നമ്മൾ നിറയപ്പെടുകയും ഗോഡ് ബ്ലെസ്സസ് ദോസ് ഹു വർക്ക് ഫോർ പീസ്. പീസ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ എൻ്റെ ഉള്ളിൽ വരിക. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സോ ഗോഡ് ബ്ലെസ്സസ് ദോസ് ഹു വർക്ക് ഫോർ പീസ്, for they will be called the children of God. So അതാണ് പീസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വന്നാൽ അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാനം ലഭിക്കുന്നു. അത് വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. റീകാലാബ സിക്കോ റസ്യാന്തര. നമ്മൾ 27 സങ്കീർത്തനം ഓർമ്മ വരുന്നുണ്ട്, സങ്കീർത്തനം 46 വരുന്നുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല, ഞാൻ Psalm 46 വായിക്കാം. God is a refuge and strength and ever present help in trouble. നമ്മളൊരു കഷ്ടത്തിൽ, നമ്മളൊരു പ്രതികൂലത്തിൽ, നമ്മൾ പ്രയാസത്തിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളെ ഏറ്റവും എടുത്ത തുണയായി നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് കർത്താവ് സങ്കീർത്തനം 55 പറയുന്ന ഒരു cast your cares on the Lord and he will sustain you and he will never let the righteous be shaken. നീതിമാൻ കുലുങ്ങിപ്പോവാൻ യഹോവ അനുവദിക്കില്ല. ഹല്ലേലൂയ. 56 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, when I am afraid I put my trust in you. In God whose word I praise in God I trust and I am not afraid. അതുകൊണ്ട് എൻ്റെ ട്രസ്റ്റ് കർത്താവിലാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഒരിക്കലും ഹല്ലേലൂയ റീഖാരാബ ഭയപ്പെടുകയില്ല, ഉറച്ചു നിൽക്കും. ഓ റീഖാരാബ സ്യാന്തരേ ബേസേക്കോ റസ്യാന്തരാലവശന്തരേ ഓ റീഖാരസ്യാന്തരാലവശന്തരേ. നമ്മൾ കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് ആ പീസ് നമ്മുടെ ഉള്ളിൽ വന്നു. നമ്മുടെ ഉള്ളിൽ ആ ഭയം നമ്മളെ വിട്ട് മാറി. ഹല്ലേലൂയ. റിഖോ റസ്യാന്തരാലവശന്തരേ റിഖോ റസ്യാന്തരാലവശന്തര റിഖോ റസ്യാന്തരേ ഓ റിദിവികോ റോഷോകോ റബസ്യാന്തര റിഖോ റസ്യാന്തര ഓ റസ്യാന്തര. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. 8 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മൾ ഈ മീഡിയ എന്നൊക്കെ ഒത്തിരി മാറി നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു നമ്മുടെ നമ്മുടെ നേച്ചർ, നമ്മുടെ വേ ഓഫ് ലിവിങ് വളരെ എന്താ പറയുക, അധികം പ്രശ്നങ്ങളിലൊന്നും പോയി തലയിടാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമുക്കൊരുപാട് സമാധാനമുള്ളിൽ കൊണ്ടുവരും, നമുക്കൊരു കോൺഫിഡൻസ് തരും. ഹല്ലേലൂയ. ഓ റീബാസ്യാന്തര റീകോറസ്യ. അതുകൊണ്ടാണ് എല്ലാവരും സങ്കീർത്തനം 91 എപ്പോഴും ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. ഇറ്റ് ഗീവ്സ് us അഷ്യൂറൻസ്, അല്ലേ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച്, കർത്താവിൻ്റെ പീസിനെ കുറിച്ച്. ഹല്ലേലൂയ. നമുക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് തരുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനമാണ് നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നത്. അതുകൊണ്ട് ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾ നീദർ ലെറ്റ് ദം ബി afraid. Hallelujah. O rikarabasyantra lavashandare riko rasyantra riko ralashandare rikarabasyantra lavashandare riko rasyantra. പീസ് ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഈ ഈവിൽ വേൾഡിൽ വി നീഡ് പീസ്. ഹാലേലൂയ. സോ ഹാലേലൂയ. കർത്താവിൽ ആശ്രയിക്കുക. ലുക്ക് ടു ജീസസ്. ഓ റവസ്യ. ബി ക്ലോസ്. വി ഷുഡ് ഹാവ് എ ക്ലോസ് ഇൻറ്റിമസി വിത്ത് ഹാലേലൂയ God. Hallelujah. Rikarasyantra Riko Rasyantra ഓ റീവാസ്യാന്തര റീകോ റബസ്യാന്തര. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് എപ്പോഴും നിറയ്ക്കും. നമ്മൾ ദൈവം ആരാണ്, നമ്മൾ ദൈവത്തിന് ആരാണ് എന്ന്, നമ്മൾ ദൈവത്തിൻ്റെ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ആ ഷുവർ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം വരും ദൈവമക്കളെ. ഹല്ലേലൂയ. റികാരാബസ്യാന്തര റീബോസ്യാന്തര. So Psalm 122:6-7 it says
Hallelujah. Oh, Riba Siantara, let there be peace in your walls. Hallelujah. Vrikara Siandara, Riba Shantere, Vrikara Lavashantere. കർത്താവിൽ നമുക്ക് ആശ്രയിക്കുക. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ഹാലയിലെ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള close relationship, close intimacy will bring peace in our lives. Hallelujah. Rika Rasyantara, Riko Rasyantara, Riko Rasyantara, Lavashandare. Oh, Rika Basyantare, Riko Rasyantara. So, hallelujah. Hope all are blessed by this thought today. Hallelujah. So, today's Google Meet, hallelujah, it's from 8 p.m. to 9:30. I request everyone to join that meeting. It will be a great blessing. Whatever hallelujah, one of a great pastor will be ministering in this meeting. So I request everyone to join this meeting. Hallelujah. You will be blessed this night. Hallelujah. Just join this meeting. I'll be sharing a supernatural thing in this meeting today. So you can hear that. Hallelujah. It will be a great blessing for you. Hallelujah. So please join at 8 p.m. itself. Hallelujah. And share this. I'm going to post the link in the broadcast. So send this. Hallelujah. Link to your friends and ask them to join this meeting, and you're going to be blessed. And today this meeting will be a great blessing. Hallelujah. So I bless everyone with a wonderful supernatural Tuesday. Hallelujah. God is protecting us. God is our peace. God is with us. God is filling our houses and families. Hallelujah. Our children with great peace today. So expect great things this Tuesday. Hallelujah. May God bless everyone. If you got any prayer requests, you can call me at my number 813-88-14577. May God bless you all. Bye bye.